ഹലോ എല്ലാവർക്കും നമസ്കാരം. ബെന്നി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് വിൻസർ കാസിൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം ടൗണിൽ തന്നെ 25 ഏക്കറിലുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി. അത്യാവശ്യം നല്ല വെഡ്ഡിങ്സ് നടത്തിക്കഴിഞ്ഞാലും റിസപ്ഷൻ നടത്താനും ചെറിയ ഇൻറ്റിമേറ്റ് പ്രോഗ്രാംസ് നടത്താനും എങ്കിലൊരു 55 റൂംസും അറൗണ്ട് ഒരു 17 കോട്ടേജസും ഒക്കെ ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി. ശരിക്കും ഒരു ബാക്ക് വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കോട്ടയം ടൗണിനകത്ത് ഇത്രയും ഒരു ബാക്ക് വാട്ടർ ഫ്രണ്ടേജുള്ള വേറൊരു പ്രോപ്പർട്ടി ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിന്ന് ആ പ്രോപ്പർട്ടിയുടെ വിശേഷം ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ഈ പറഞ്ഞ കണക്ക് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ശരിക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ഗാലറിയാണ്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ആദ്യം കയറാം. ഒരു ചെറിയ വെഡ്ഡിങ്സ് ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ അറൗണ്ട് ഒരു 100-150 പേരുടെ വെഡ്ഡിങ്സ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു നല്ല ഹോളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 77x25 എന്നുള്ള രീതിയിലുള്ള സൈസാണ് ഇതിനുള്ളത്. ഓൾറെഡി ഇവിടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോമും കിടപ്പുണ്ട്. ആ പ്ലാറ്റ്ഫോമും അറൗണ്ട് ഒരു 20x10 എന്നുള്ള രീതിയിലുള്ള സൈസാണ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഭൂഘടന പറയുകയാണെങ്കിൽ 2 സൈഡിലോട്ടും ചെറിയൊരു കട്ടിങ് ഉണ്ട്. ഒരു ടീ പോലൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു കല്യാണമൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും സ്റ്റേജ് ബാക്ക് ഡ്രോപ്പ് നമുക്കിവിടെ കൊടുക്കാം. 2 സൈഡിലും ഫ്യൂഷനോ കൺസോളുകളോ കുറച്ച് പേർക്കൊക്കെ ഫാമിലീസിനൊക്കെ ഇരിക്കാനുള്ള സ്ഥലം നമുക്കിവിടെ ഈ 2 സൈഡിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 8.8 അടി ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 6.9 ഹൈറ്റ് ആയിരിക്കും. 6.9 ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഒരു AC ഡക്റ്റ് വരുന്നുണ്ട്. അറൗണ്ട് 1 മീറ്ററോളം ബാക്കിൽ നിന്ന് തെളിച്ച ഒരു AC ഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 8.8 ഹൈറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു 8 അടിയുടെ പാനൽസൊക്കെ മാക്സിമം ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെക്കറേറ്റേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇവിടെ ഒരു കിങ് സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഹാൾ കൊണ്ട് ഒരു ചെറിയ മീറ്റിംഗ്സ് ഒരു 20 പേർക്കോ 30 പേർക്കോ ഉള്ള ചെറിയ മീറ്റിംഗ്സ്, അസോസിയേഷൻ മീറ്റിംഗ്സ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു മീറ്റിംഗ് ഹാളോട് ഇവിടെ. ഇത് നമ്മുടെ സൺസെറ്റ് എന്ന് പറഞ്ഞ ഹോളാണ്. അപ്പോൾ ഈ ഹോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ ബാപ്റ്റിസം ഒരു 50 പേരുടെ പ്രോഗ്രാം നടത്താൻ പറ്റുന്ന ഒരു ചെറിയ ഹോളാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് ചെയർസാണ്. നമുക്ക് തീം ബേസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് കവേഴ്സ് ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കറ്റ് ഹോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ചെയർസോ ഹോട്ടലുകാർ തന്നെ അറേഞ്ച് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഏത് ലിവിംഗ് കമ്പനീസിനോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവരാണെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ ഏകദേശം 8.7 അടി ഹൈറ്റ് ഒരു 8x12 പ്ലാറ്റ്ഫോമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കയറാൻ പോകുന്നത് നമ്മുടെ 4 കെട്ടിലോട്ടും 8 കെട്ടിലോട്ടുമാണ്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വെന്യൂ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രഡീഷണൽ വെഡ്ഡിങ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ള 2 വെന്യൂ ആണ്. അപ്പോൾ നമുക്ക് അതും ഇവിടുന്ന് കണ്ടിട്ട് വരാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നോക്കുന്ന 2 വെന്യൂ ഇതാണ് കേട്ടോ. നമുക്ക് ഈ എൻട്രൻസ് അകത്തോട്ട് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കുറേ ഈ പറയുന്ന വെള്ളവും കാര്യങ്ങളും ആ ഒരു പഴയ കോവിലവും പോലെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു ലുക്കുണ്ടല്ലോ, അതൊരു ഭയങ്കര നൈറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പാസേജ് ഫുള്ള് ലൈറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൻ പൊളിയാണ്. അതേപോലെയൊക്കെ ഒരു ഡേ ടൈമിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെ പലതും ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഈ പാസേജിലെല്ലാം ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പാസേജും ടണലിങ്ങും ഒക്കെ ആയിട്ട് ഒത്തിരി നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഡെക്കോർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു കോസ്റ്റ് ഡെക്കോറിലും കയറും. പക്ഷേ അടിപൊളി വ്യൂ ആണ്. ശരിക്കും നമ്മുടെ ഈ ഒരു പാസേജ് വരുന്നത് 4 കെട്ടിനകത്തോട്ടും 8 കെട്ടിനകത്തോട്ടും ഒരേ വഴി തന്നെയാണ് വരുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു എൻട്രൻസ് കണ്ടല്ലോ, ആ ഒരു മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ 4 കെട്ടിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും ഈ ഒരു ഗ്യാപ്പ് എടുക്കുവാണെന്നുണ്ടെങ്കിലും അല്ല ഈ ഒരു സ്ഥലം എടുക്കുവാണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് അവിടെ ഫ്രണ്ടിലൊരു ചെറിയൊരു എൻട്രൻസോ എന്തെങ്കിലും നെയിം ബോർഡോ കാര്യങ്ങളോ ഒക്കെ വെക്കാനുള്ളൊരു സ്ഥലം നമുക്കിവിടെ ഉണ്ട്. അറൗണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 30 ഫീറ്റിൻ്റെ ഒരു പാസേജ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കൂടുതലും ഈ ഒരു ഹോളിനകത്തോട്ടുള്ള മെയിൻ എൻട്രൻസ് കൊടുക്കാറ്. ഇവിടെ നമുക്ക് ഫ്ലവേഴ്സ് തൂക്കി ഇടാനുള്ള ഒരു കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ട്. 2 സൈഡിലും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് അറൗണ്ട് ഒരു 6-7 അടിയുടെ നീളമുള്ള സാധനമുണ്ട്. ഇവിടെയൊക്കെയാണ് നമുക്ക് ഫ്ലവേഴ്സ് ഹാങ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് 4 കെട്ട്. ചുറ്റും നോക്കിയാൽ അറിയാം നല്ല രസമുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പം നട്ടുച്ചയാണ്, പക്ഷെ എന്നാലും ഇവിടെ നല്ലൊരു തണലായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു സൈഡിലുള്ള ഹോളിനകത്താണ് കൂടുതലും നമുക്ക് ഡെക്കോർസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ ഹൽദി നടക്കാറുണ്ട്, മെഹന്തി നടക്കാറുണ്ട്, ഈവനിങ് റിസപ്ഷൻസ് നടക്കാറുണ്ട്, വെഡ്ഡിങ്സ് നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആംബിയൻസ്, ഈ ഒരു
ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ പല രീതിയിലും ആൾക്കാർ ഡെക്കോർ ചെയ്യാറുണ്ട്. ഇപ്പം ക്ലോത്ത് ഡ്രേപ്സ് വെച്ച് ചെയ്യാറുണ്ട്, ഫുൾ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യാറുണ്ട്, ലൈറ്റ്സ് വെച്ച് ചെയ്യാറുണ്ട്. അത് ഓരോ ഇവൻറ്റ് പ്ലാനേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റും തീമും അനുസരിച്ചിട്ടും അടിപൊളിയായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ കൂടുതൽ ഇവിടെ സദ്യ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലായിട്ടായിരിക്കും സദ്യ. അതിപ്പം ഒരു നിരയായിട്ടോ 2 നിരയായിട്ടോ ഒക്കെ ആയിരിക്കും സദ്യ നടത്തുക. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഒരു ചെറിയ കോർണറുണ്ട് വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് 4 കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ തോന്നില്ല അവിടെ ഒരു ചെറിയൊരു ബോട്ടൊക്കെ കയറാനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ ഫുഡ് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബോട്ടിനകത്ത് കഴിക്കണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവിടെ ഒരു ഷിക്കാരി പോലത്തെ ബോട്ടുണ്ട്, അതുപോലെ ഹൗസ് ബോട്ട്സുകൾ കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനകത്തൊക്കെ ഫുഡ് അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വരെ ഇവിടെ അറേഞ്ച് ചെയ്യും. അപ്പം നല്ലൊരു സൂപ്പർ ആംബിയൻസ് ഉള്ളൊരു സ്പേസാണ്. ഇതാണ് നമ്മുടെ 4 കെട്ടിലെ സ്റ്റേജ്. ഓൾറെഡി ഇവിടെ ഒരു 1 ഫീറ്റ് ഹൈറ്റിൽ അറൗണ്ട് 8-9 അടിക്കുള്ള ഒരു ഇതിവിടെ ഓൾറെഡി ഉണ്ടെന്നില്ല, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലം കിട്ടത്തുള്ളൂ. സാധാരണ ഇവിടെ ചെയ്യുന്നതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പ്ലാറ്റ്ഫോം വലുതാക്കി അവിടെ ഡെക്കോർ ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ ഹൈറ്റും കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ബാക്കിൽ കുറവാണ്. ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലുള്ള മോഡലും ഈ സ്ഥലം കൂടെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതിന് ആപ്റ്റായിട്ടുള്ള സാധനം വേണം ഉണ്ടാക്കാൻ. പക്ഷേ ഈ ഒരു ഹാളിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് ഡെക്കോർ അല്ല, ഈ ഒരു ആംബിയൻസ് ഡെക്കോറാണ് ഏറ്റവും വലിയ രസമായിട്ട് പോവുക. അപ്പം ഇവിടെ ഒരു ആംബിയൻസ് ഡെക്കറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഇനി നമുക്ക് 8 കെട്ടിലോട്ട് പോകാം. 8 കെട്ടെന്ന് പറയുന്നത് ഈ സെയിം വഴി കൂടാണ് പോകുന്നത്. അപ്പം അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ഇടത്തും വെഡ്ഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളൊരു ചെറിയൊരു പ്രോബ്ലം ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി 2 പ്രോപ്പർട്ടിയാണ് രണ്ടും. ഇപ്പോൾ നമുക്ക് നല്ലതായിട്ട് നെയിം ബോർഡ്സും കാര്യങ്ങളും കൊടുത്ത് പാസേജും ഒക്കെ വെച്ചിട്ട് അതിനുവേണ്ടി ഹോസ്റ്റിങ്ങിന് ആൾക്കാരെയൊക്കെ വെച്ച് നമുക്ക് ഈ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കിവിടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് നടത്താനും ഇവിടെ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് 8 കെട്ടിലോട്ട് പോവാം. ഇവിടെ തന്നെയാണ് മറ്റേ കോട്ടേജും ഉള്ളത്. ആണല്ലേ. ഇത് ഒറിജിനൽ ആന അല്ല കേട്ടോ, ഇത് കാണാം ആംബി തിയേറ്റർ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂടുതലും ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുക. ചെറിയൊരു ഡയസൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് ഡാൻസ് കളിക്കാനുള്ള സ്ഥലം. ഇപ്പോഴും നാഗവല്ലിയുടെ പാട്ടൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര രസമാണ്, നല്ലൊരു മൂഡാണ് കേട്ടോ ഇവിടെ. ശരിക്കും ഈ കോട്ടയം ടൗണിൽ ഇത്രയും മരങ്ങളുള്ള, അല്ലെങ്കിൽ ടൗണിനോട് ചേർന്ന് ഇത്രയും മരങ്ങളുള്ള വേറൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല കേട്ടോ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ഹെർബൽ ഗാർഡനാണ് ഇവിടെ. ഇഷ്ടം പോലെ മരങ്ങളും ഇതും ചെടികളും ഒക്കെ ആയിട്ട് പൂവുകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസം കേട്ടോ. ഇത് കൂടാണ്ട് കുറേ കിളികളും ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസം, നല്ലൊരു മൂഡാണ്. ഇവിടെ തന്നെ ഏകദേശം ഒരു 10-17 കോട്ടേജസോളം ഉണ്ട് കേട്ടോ. ഈ കോട്ടേജ് ഓരോ ഒരു സെറ്റായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ കോട്ടേജിനകത്തോട്ട് നമുക്കൊന്ന് കയറാം. കോട്ടേജിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത്യാവശ്യം ഇവിടെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ 4 കെട്ടും ഈ പറയുന്ന പ്രോപ്പർട്ടിയും ഇതെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ല ഒരു മൂഡാണ്. വല്ല ചൂണ്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മീൻ പിടിച്ചുണ്ടാക്കി ഇരിക്കുകയായിരുന്നു. അവരോട് ചോദിക്കണം, കുറേ മീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആ കോട്ടയത്തിനകത്ത് തന്നെ മുകളിലാണ് റൂം, താഴെ ഒരു ചെറിയൊരു ലിവിങ് റൂം പോലത്തെ ഒരു സ്പേസാണ്. ഇതാണ് നമ്മുടെ 8 കെട്ടെന്ന് പറയുന്നത്. 4 കെട്ടിൻ്റെ അത്രയും വലിയ സ്പേസ് അല്ല, എങ്കിൽ പോലും അത്യാവശ്യം ചെറിയ ഒരു നല്ല സ്പേസ്, ചെറിയൊരു ഇൻറ്റിമേറ്റ് പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു ഏരിയയാണ്. പക്ഷേ 8 കെട്ട് മാത്രമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഈ 8 കെട്ടിനോട് ചേർന്നൊരു ലോൺ ഏരിയയും കൂടെ ഉണ്ട്. ഈ ഒരു സ്പേസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഗ്രാംസ് ഇവിടെ നടത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ ഏകദേശം ഈ ലോൺ നോക്കുവാണെങ്കിൽ ഒരു 120 അടി നീളം, അറൗണ്ട് നമ്മൾ തുടങ്ങുന്നിടത്തൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 30 അടി, ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു 40-50 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. മൊത്തത്തിൽ 120 അടി ലെങ്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ടെൻറ്റ് ചെയ്യുന്നവരുടെ അനുസരിച്ചിട്ട് നമുക്ക് ടോപ്പിൽ കൂടെ ലൈറ്റ് ചെയ്യുമോ ട്രാൻസ്പെറൻറ്റ് ഇടുവോ അങ്ങനെ എന്തോ വേണമെന്നുള്ളത് നമുക്കിവിടെ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈറേറ്റ്സ് ഓഫ് കരീബിയൻ്റെ ഒരു തീമിലൊരു ബാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 11 മണി വരെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ജങ്കാറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പറ്റത്തുള്ളൂ. അതും നല്ലൊരു സ്പോട്ടാണ്. ഇനി കല്യാണമാണെങ്കിൽ പോലും അവിടെ വേണമെങ്കിൽ കയറേണ്ടവർക്ക് അവിടെയും കയറാനുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട്. നോക്കണ്ട പച്ചവെള്ളമാണ്.
അപ്പോൾ നമ്മുടെ പൈറേറ്റ് സൈഡിലേക്ക് കയറിയിട്ട് ഇറങ്ങി നമുക്കിനി കൺവെൻഷൻ സെൻറ്ററിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ വിൻസർ കാസിലിൻ്റെ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പാസേജാണ് ശരിക്കും പൊളി. നമ്മുടെ നൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ ഒരു പന തന്നെ അറൗണ്ട് ഒരു എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10-20 പാം രണ്ട് സൈഡിലായിട്ടും ഉണ്ട്. ഇതിലൊക്കെ ഫുള്ളി നമുക്ക് ലൈറ്റ് കൊടുത്ത് സ്പോട്ട് ലൈറ്റ്സ് കൊടുക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് മൊത്തം നമുക്ക് വേറെ ബട്ടർഫ്ലൈ ലൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും റിസപ്ഷൻസിലൊക്കെ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻസർ കാസ്റ്റൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എൻട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയയിൽ അറൗണ്ട് ഇങ്ങനെ ഒരു 25 അടിയോളം നീളമുണ്ട്. നമുക്ക് നല്ലൊരു എൻട്രൻസും വെൽക്കം ബോർഡും ഒക്കെ വെക്കാനുള്ള ഒരു സ്ഥലം നമുക്കിവിടെ ഉണ്ട്. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെ ഒരു ഹോളാണ്. ചെറിയൊരു ലോബി ഏരിയ ഉണ്ട്. അറൗണ്ട് ഇവിടെയാണെങ്കിലും ഒരു 15 ഫീറ്റിൻ്റെ ഒരു ചെറിയൊരു ലോബി ഏരിയ എന്നുള്ള രീതിയിൽ പറയാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹോളാണ്. ഇവിടെ കൂടുതലും നടക്കുന്ന റിസപ്ഷനാണ്. കാര്യം ഈവനിങ് ഫംഗ്ഷൻസും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വെഡ്ഡിങ്സും ഈവനിങ് റിസപ്ഷൻസുമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാര്യം ഇവിടെ ഹിന്ദു വെഡ്ഡിങ്സ് നടത്തുവാണെന്നുണ്ടെങ്കിൽ സദ്യ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഹോൾ വേണമല്ലോ. അങ്ങനെ ഒരു ഹോൾ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ കൂടുതലും ചെയ്യുന്നത് ഒരു 2 പാർട്ടീഷൻ ചെയ്ത് നമുക്ക് സദ്യ കൊടുക്കാം, പിന്നെ അതേപോലെയൊക്കെ കല്യാണം നടത്താം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നടത്താം എന്നുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ. പക്ഷേ ഈവനിങ് റിസപ്ഷനും വൻ പൊളി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 170 അടി നീളോളം ഉണ്ട്. അതേപോലെ വീതി എന്ന് പറയുന്ന ഒരു 71 അടി വീതിയോളം ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റേജിനകത്ത് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം, ഒരു ബാക്ക് ഡ്രോപ്പ് എന്നുള്ള സെറ്റപ്പായിരിക്കും നമുക്കിവിടെ ചെയ്യാൻ പറ്റുക. ഒരു 3 സൈഡ് എന്നുള്ള രീതിയിലല്ല, ഒരു ബാക്ക് ഡ്രോപ്പ്. അത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമുക്കിനി സ്റ്റേജിൻ്റെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു സ്കേർട്ടിങ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3.1 ഫീറ്റാണ്. അതേപോലൊക്കെ സ്റ്റേജിൻ്റെ വിഡ്ത്ത് 18.2 ഫീറ്റ്. ലെങ്ത് വന്നിട്ട് 44 ആണ്. 44.8 എന്നുള്ള രീതിയിൽ വരും അതിൻ്റെ ഒരു ലെങ്ത്. അതേപോലെ ഹൈറ്റ് 19.2. ഇതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ വിൻസർ കാസ്റ്റിൽ മൊത്തം നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. ഏകദേശം ഒരു 3-4 വെന്യൂസ് നമ്മൾ കണ്ടു. അപ്പോൾ ആർക്കെങ്കിലും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓരോ കോൺടാക്ട് നമ്പർ നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ്, അതായത് നല്ല നല്ല വെന്യൂസ് കാര്യങ്ങൾ, അതിൻ്റെ മെഷർമെൻറ്റ്സ് അവിടെ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ചെയ്ത് ഞങ്ങളുടെ പേജ് ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ താങ്ക് യു.